ഹലോ നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഞാനിവിടെ മഷ്റൂം കഴുകാനായിട്ട് വെള്ളത്തിയിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്കത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ നമ്മൾ ഈ മഷ്റൂം അധികം നേരം വെള്ളത്തിയിടേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ വെള്ളം അബ്സോർബ് ചെയ്യുന്നൊരു വെജിറ്റബിൾ ആണ്. ഇനി നമുക്ക് മഷ്റൂം മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യമായ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ ജീരകമാണ് ചേർക്കുന്നത്. കൂടെ തന്നെ കുറച്ച് മസാല പീസസും ചേർത്ത് കൊടുക്കുവാണ്. ഇതിൽ 3 ഏലക്കയുണ്ട്, 2-3 പട്ടയുണ്ട്, പിന്നെ ഗ്രാമ്പൂ ഉണ്ട്, കുറച്ച് പെരുംജീരകം ഉണ്ട്, കൂടെ ഒരു സ്റ്റാർ കൂടെ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് ഇതിലേക്ക് 2 സവാള ചെറിയ പീസസായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ചെറിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടെല്ലാം ഒന്ന് ഇളക്കിയതിന് ശേഷം അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മഷ്റൂം വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഹെൽത്തി ഫുഡാണ്. ഇതിൽ വൈറ്റമിൻ ഡിയും വൈറ്റമിൻ ബിയും അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഫൈബറും ഉണ്ട്. ഇപ്പോൾ തക്കാളി സവാള ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. കൂടെ തന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. കൂടെ തന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാലയും ചേർക്കുന്നുണ്ട്. പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറി തക്കാളി സവാള നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഓൾറെഡി മഷ്റൂമിലുള്ള വെള്ളം ഇറങ്ങി അത് കുക്കായി വന്നോളും. ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. ചോറിന്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. ഉപ്പ് എരിവൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് കുറച്ച് കശുനട്ട് അരച്ച് ചേർക്കുവാണ്. കശൂസ് ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇത് കുറച്ച് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും, അഥവാ ഇനി ഡ്രൈ ആയിട്ടാണ് എടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെയും നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും വേപ്പിലയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി മഷ്റൂം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജ് കഴിക്കുന്നവർക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.